ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓൾറെഡി നിങ്ങൾക്ക് PDF ആയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അതിലെ അടുത്ത ടോപ്പിക്കാണ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും. ഇത് കൂടാണ്ട് ഇതിൽ നമ്മൾ മറ്റ് ഡിസീസസിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതില് മെജോറിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പോർഷൻ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കി പോർഷൻ നിങ്ങൾ തന്നെ വായിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ നമ്മൾ കാണുന്ന എസെൻഷ്യൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വേണ്ട സാധനങ്ങളാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്, വിറ്റമിൻസ് എന്ന് പറയുന്നത്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റിന്റെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, കാസിമർ ഫങ്ക്. പറഞ്ഞോളൂ. റെക്കോർഡ് ഓൺ ആണ്. ഓൺ ആണല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക് ആണ്. ദെൻ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? കോ എൻസൈം, എൻസൈമിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകമാണ്. ജീവകം. ഓക്കെ, ടോട്ടല് 13 ജീവകങ്ങളാണുള്ളത്. അതില് 8 ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നവയാണ്. ടോട്ടല് 13 ജീവകങ്ങളാണുള്ളത്. അതിൽ 8 ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, ഒന്നുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പരുവത്തിന് ഞാൻ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ജീവകങ്ങളെ നമ്മൾ പൊതുവെ 2 തരത്തിലാണ് പറയാം. ഒന്ന് ജലത്തിൽ ഡിസോൾവ് ചെയ്യുന്നവ, 2 കൊഴുപ്പിൽ ഡിസോൾവ് ചെയ്യുന്നവ. ഇപ്പൊ കൊഴുപ്പിൽ ഡിസോൾവ് ചെയ്യുന്നവ ജീവകങ്ങളെ നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഇത് ഇവിടെ നിന്ന് റിവേഴ്സ് വായിക്കാം. KEDA, കേടാണെന്ന് നമ്മൾ പറയില്ലേ? കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണല്ലോ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോ കൊഴുപ്പിൽ ഡിസോൾവ് ചെയ്യുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? KEDA, കേട. ഓക്കെ, വിറ്റമിൻ കെ, വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി, വിറ്റമിൻ എ. ഇനി ബാക്കിയുള്ള ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ. ക്ലിയർ ആണല്ലോ? കൊഴുപ്പിൽ ലയിക്കുന്നത് KEDA ആണ്. ജലത്തിൽ ലയിച്ചു പോകുന്നത് വിറ്റമിൻ ബിയും വിറ്റമിൻ സിയും ആണ്. ഇനി വിറ്റമിനുകളുടെ ആധിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് വിറ്റമിൻ ആവശ്യത്തിന് അധികം ഉണ്ടായി കഴിഞ്ഞാൽ ആ അസുഖത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജീവകാധിക്യം, ഹൈപ്പർ വൈറ്റമിനോസിസ്. ഓക്കെ, വൈറ്റമിൻ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ മോഡറേറ്റ് എമൗണ്ടിൽ തന്നെ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഇനി നമ്മൾ ഓരോ വിറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. വിറ്റമിൻ എ, കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട വിറ്റമിൻ ആണ് വിറ്റമിൻ എ. ഓക്കെ, ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? വിറ്റമിൻ എ ആണ്. വിറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചത്? കരളിലാണ് സംഭരിക്കപ്പെടുന്നത്. ഇനി ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇതൊക്കെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചൊരു അസുഖമായിരുന്നു. അതുപോലെ ആന്റി സെറോഫ്താൽമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം വരാതെ തടയാൻ വേണ്ടത്. അതേത് വിറ്റമിൻ ആയിരുന്നു? വിറ്റമിൻ എ ആണ്. ഇനി പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അതേതാണ്? ബീറ്റ കരോട്ടീൻ ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ബീറ്റ കരോട്ടീൻ ഇത് ഏതിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? നമ്മൾ പഠിച്ചത് ക്യാരറ്റിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ, ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? ഈ കരോട്ടീനാണ്. ഇനി വിറ്റമിൻ എയുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ചീര, മുരിങ്ങയില, ക്യാരറ്റ്, പാലുൽപ്പന്നങ്ങൾ, ഇതൊക്കെ എന്തിന്റെ സ്രോതസ്സാന്ന് പറയാം? വിറ്റമിൻ എയുടെ സ്രോതസ്സാണെന്ന് പറയാം. ഇനി പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ എ. ഓക്കെ, ഇനി വിറ്റമിൻ എ കഴിഞ്ഞു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിറ്റമിൻ ആണ്. നമുക്ക് ഭക്ഷണ സാധനങ്ങളിലൂടെ വിറ്റമിൻ ഡി ലഭിക്കില്ല.
സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നമ്മുടെ ത്വക്കില് നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റമിൻ ഡി. അതിന്റെ സയന്റിഫിക് നെയിം ആണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ജീവകമാണ് വിറ്റമിൻ ഡി. ഇത് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു, സൂര്യപ്രകാശത്തിലെ UV റേഡിയേഷൻസ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ത്വക്കിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ ആഗിരണം ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി 2 ഫോമിലാണ് കാണാം. വിറ്റമിൻ D2 എന്ന് പറഞ്ഞാൽ എർഗോസ്റ്റിറോൾ, വിറ്റമിൻ D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ കാൽസിഫെറോൾ. ഈ 2 ഫോമിലാണ് വിറ്റമിൻ ഡി കാണപ്പെടുന്നത്. വിറ്റമിൻ ഡിയുടെ സ്രോതസ്സായിട്ട് സാധാരണഗതിയിൽ നമുക്ക് സൺലൈറ്റ് ആണെന്ന് പറയാം. അതുകൂടാതെ പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ, ഇതിലൊക്കെ വിറ്റമിൻ ഡി അത്യാവശ്യം നല്ല എമൗണ്ടിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത വിറ്റമിൻ ആണ് വിറ്റമിൻ ഇ. വിറ്റമിൻ ഇ പൊതുവെ ഒരു ഹോർമോൺ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകമാണ് വിറ്റമിൻ ഇ. ഇനി പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ഇ. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, നിരോക്സികാരിയാണ്. ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഇ. വിറ്റമിൻ ഇയുടെ സ്രോതസ്സുകൾ നോക്കിയേ, സസ്യ എണ്ണ, കുതിർത്ത കടല, ഇതിലൊക്കെയാണ് വിറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വിറ്റമിൻ ഇ. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വിറ്റമിൻ ഇ. അപ്പൊ നമ്മളിപ്പോ എത്രണ്ണം പറഞ്ഞു? വിറ്റമിൻ എ പറഞ്ഞു, ഡി പറഞ്ഞു, ഇ പറഞ്ഞു. ഇനി നാലാമത്തെ നമ്മൾ പറയാൻ പോവാണ് വിറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വിറ്റമിൻ കെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ. വിറ്റമിൻ കെയുടെ സ്രോതസ് നോക്കിയേ, ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം, ഇതിലൊക്കെ വിറ്റമിൻ കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇനി ഫെറ്റാമെനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. ആ കെമിക്കൽ നെയിം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഫൈറ്റാമെനാഡിയോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വിറ്റമിൻ കെ. വിറ്റമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. പ്രോത്രോംബിൻ ഓക്കെ, പ്രോത്രോംബിൻ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വിറ്റമിൻ ബിയെ കുറിച്ചാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് എ പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഏതായിരുന്നു? ഡി പറഞ്ഞു, ഇ പറഞ്ഞു, കെ പറഞ്ഞു, ദെൻ വിറ്റമിൻ ബി. തവിടില് ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ B1. വിറ്റമിൻ ബി തന്നെ ഏകദേശം ഒരു 8 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നത്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ, വിറ്റമിൻ B1. BT അല്ല കേട്ടോ, B1 ആണ് വിറ്റമിൻ B1. ഇനി പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത് വിറ്റമിൻ B2 ആണ്. ഓക്കെ, നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞാൽ വിറ്റമിൻ B2. ഓക്കെ, അപ്പൊ സൺലൈറ്റ് നേരിട്ട് പാലിൽ അടിക്കുകയാണെങ്കിൽ അതിലുള്ള വിറ്റമിൻ B2 നശിച്ചു പോകും. ഇനി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിനുകളാണ് വിറ്റമിൻ B7, വിറ്റമിൻ B5, ഇത് കൂടാണ്ട് വിറ്റമിൻ കെ. ഓക്കെ, ഇത്രയും എണ്ണയാണ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ, സ്മോൾ ഇൻഡസ്റ്റൈനിൽ, ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി വിറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് വിറ്റമിൻ B2. ഇത് ചോദിക്കാറുണ്ട്. വിറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം B2 ആണ്. വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? എച്ച് എന്നറിയപ്പെടുന്നത് വിറ്റമിൻ B7 ആണ്. ആരുടെയോ മൈക്ക് ഓൺ ആണ്, ഒന്ന് ടേൺ ഓഫ് ചെയ്യണേ. ഓക്കെ, വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് വിറ്റമിൻ B7 ആണ്. ഓക്കെ, B7 തന്നെ മറ്റൊരു പേരാണ് ബയോട്ടിൻ. ഓക്കെ, ഇനി രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് വിറ്റമിൻ B9. വിറ്റമിൻ B9. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വിറ്റമിൻ B12. ഇനി ഈ വിറ്റമിൻ B12
മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് സയാനോ കൊബാലമിൻ. സയാനോ കൊബാലമിൻ. ഈ സയാനോ കൊബാലമിനിലുള്ള ഈ കൊബാൾട്ടിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിയോ? ഇരുമ്പിനെ ആഗിരണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ധർമ്മം. ഇനി ഇവിടെ കുറച്ച് വിറ്റമിനുകളും അവയുടെ കെമിക്കൽ നെയിമുകളും തന്നിട്ടുണ്ട്. നോക്കിയേ, വിറ്റമിൻ എ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെറ്റിനോൾ. B1 നമ്മൾ വിളിക്കുന്ന പേരാണ് തയാമിൻ. വിറ്റമിൻ B2 വിളിക്കുന്ന പേരാണ് റൈബോഫ്ലാവിൻ. വിറ്റമിൻ B3 വിളിക്കുന്ന പേരാണ് നിയാസിൻ. വിറ്റമിൻ B5 വിളിക്കുന്ന പേരാണ് പാൻറ്റാതെനിക് ആസിഡ്. വിറ്റമിൻ B6 പേരാണ് പിരിഡോക്സിൻ. B7 പേരാണ് ബയോട്ടിൻ. B9 പേരാണ് ഫോളിക് ആസിഡ്. B12 പേരാണ് സയാനോ കൊബാലമിൻ. വിറ്റമിൻ സി പറയുന്ന പേരാണ് അസ്കോർബിക് ആസിഡ്. വിറ്റമിൻ ഡി കാൽസിഫെറോൾ. വിറ്റമിൻ ഇ ടോക്കോഫെറോൾ. വിറ്റമിൻ കെ ടോക്കോ ഫില്ലോ ക്വിനോ. ഇത് കെമിക്കൽ നെയിമുകളാണ്. ഇത് കാണാപ്പടം പഠിച്ചോളണമെന്നില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടത് ഓൾറെഡി നിങ്ങളുടെ ഓരോ വിറ്റമിനുകളുടെയും ഇടയിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത് പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഒരു പ്ലസ് ടു ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വിറ്റമിൻ കെ, ഈ എല്ലാ വിറ്റമിൻസിന്റെയും കെമിക്കൽ നെയിം പഠിക്കണം. അല്ല, ഒരു 10th ലെവലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ളത് പഠിച്ചാൽ മതി. ഈ ഓരോ വിറ്റമിന്റെയും പേരുകൾ സെപ്പറേറ്റ് പഠിക്കണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാൻ ബാക്കി വെച്ച വിറ്റമിൻ ആണ് വിറ്റമിൻ സി. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വിറ്റമിൻ ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് കേട്ടോ. ഈ ആഹാര പദാർത്ഥങ്ങൾ സാധാരണ ചൂടാക്കി കഴിഞ്ഞാൽ ഈ വിറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകും. ഈ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങളിലൊക്കെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റമിൻ സി. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വിറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. ഓക്കെ, ജലദോഷം ഉണ്ടാകുമ്പോൾ അതിനൊരു ഉത്തമ ഔഷധമായിട്ട് കൊടുക്കുന്നത് വിറ്റമിൻ സി ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കൊറോണ വന്ന സമയങ്ങളിലൊക്കെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് വിറ്റമിൻ സി ആയിരുന്നു. അന്ന് നെല്ലിക്കയും നാരങ്ങയും ഒക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും വിചാരിക്കുകയാണ്. ഇനി രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യകമായ ജീവകമാണ് വിറ്റമിൻ സി. അതുകൊണ്ടാണ് ഈ കൊറോണ കാലത്ത് നമ്മൾ ധാരാളം വിറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചത്. വിറ്റമിൻ സിയുടെ അഭാവം മോണയിൽ രക്തസ്രാവത്തിന് കാരണമാകും. ഈ രക്തസ്രാവത്തിന് കാരണമാകുന്ന ഈ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നാണ് സ്കർവി അറിയപ്പെടുന്നത്. എല്ലാവരുടെയും മോണയിൽ നിന്ന് ഇങ്ങനെ ചോര പുറത്തേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് വിറ്റമിൻ സി. അതുപോലെ ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നാണ് വിറ്റമിൻ സി അറിയപ്പെടുന്നത്. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് നമ്മൾ ചൂടാക്കിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപ്പിലിടാണ്, ഇങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ പോലും ഇത് എന്ത് ചെയ്തു? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ലാതായിപ്പോ, നശിച്ചു. അതേസമയം ഫ്രഷ് ഫ്രൂട്ട് ഡയറക്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതേ എമൗണ്ടിൽ, ഫ്രൂട്ടിലുള്ള അതേ എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ വരും. അതുകൊണ്ടാണ് ഇതിനെ ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്ന് പറയുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ ഡി ആണ്. കാരണം എന്താ? നമുക്ക് സൺലൈറ്റിന്റെ പ്രസൻസി മാത്രമേ വിറ്റമിൻ ഡി ഉണ്ടാകുകയുള്ളൂ. ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ്, കണ എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ അതിന്റെ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി. ഇനി നമ്മൾ പഠിച്ചതിൽ ഒരു സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് ആണ്. ഇനി ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാന്നാണ് അർത്ഥം കേട്ടോ. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് പെല്ലഗ്ര. അപ്പൊ ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് അപര്യാപ്തത രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. വിറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കണ്ണ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? നിശാന്തതയും സിറോഫ്താൽമിയും. ഇത് രണ്ടുമാണ് വിറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിറ്റമിൻ എയുടെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് അസുഖങ്ങൾ ഉണ്ടാവും. ഇനി അതുപോലെ നോക്കിയേ, വിറ്റമിൻ B1 കുറഞ്ഞു കഴിഞ്ഞാൽ ബെറി, വിറ്റമിൻ B3 കുറഞ്ഞു കഴിഞ്ഞാൽ പെല്ലഗ്ര, വിറ്റമിൻ B9 കുറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ച, മെലാനോബ്ലാസ്റ്റിക്
മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റമിൻ B12 പെരിനീഷ്യസ് അനീമിയ. വിറ്റമിൻ സി ഇത് നമ്മളിപ്പോ തന്നെ പഠിച്ചിട്ടുണ്ട്, സ്കർവി. വിറ്റമിൻ ഡി അത് കുറഞ്ഞു കഴിഞ്ഞാൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാവുക. വിറ്റമിൻ ഇ അത് കുറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ട്. വിറ്റമിൻ കെ അത് രക്തസ്രാവത്തിന് കാരണം. അപ്പൊ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇതുവരെ പറഞ്ഞ വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞ പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാം, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. ആരും റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. ക്ലിയർ ആണോ? അടുത്ത സെക്ഷനിലേക്ക് കിടന്നോട്ടെ. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ധാതുക്കളെ കുറിച്ചാണ്. ധാതുക്കൾ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് ധാതുക്കളും അതുപോലെ തന്നെ ജീവകങ്ങളും. നമ്മുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ആവശ്യമുള്ള ധാതുക്കളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്. 4 എണ്ണാണ്: സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്. കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള ധാതുക്കളാണ് കോപ്പർ, അയൺ, സിങ്ക്, മെഗ്നീഷ്യം, അയഡിൻ. ഇതൊക്കെ. ഇനി ഇതില് ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ധാതുവാണ് സോഡിയം. ജലം നിലനിർത്താൻ സഹായിക്കുന്നത് സോഡിയമാണ്. ഓക്കെ, അതുപോലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ളതാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ളതാണ് ഇരുമ്പ്. ഓരോന്നിന്റെയും പ്രത്യേകത പഠിച്ചു പോകണം കേട്ടോ. ഇനി രക്തത്തില് ഇരുമ്പ് അധികമാകുന്ന അവസ്ഥേനെ പറയുന്ന പേരാണ് സിഡറോസിസ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യമാണ് ചോളം. ഇനി ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണയാണ് മാർഗറിൻ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് നമ്മൾ കസ്കസ് എന്ന് പറയുന്ന കശകശ. ഓക്കെ, മലയാളത്തിൽ കശകശ എന്നാണ് അത് എഴുതുക കേട്ടോ. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹമാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ നോക്കിയേ: സമുദ്ര വിഭവങ്ങള്, പയറുവർഗ്ഗങ്ങള്, ചോക്ലേറ്റ്, ഇലക്കറികൾ, ഇതിലെല്ലാം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളിലും പല്ലുകളിലും അടങ്ങിയിരിക്കുന്ന ധാതുവാണ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പാലാകാം, പാലിന്റെ ഉൽപ്പന്നങ്ങള്, മത്സ്യം, ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്. അതുപോലെ കുട്ടികളിൽ വളർച്ച മുരടിക്കൽ ഉണ്ടാകുന്നതും കാൽഷ്യത്തിന്റെ അഭാവം മൂലമാകാം. പൊട്ടാസ്യത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കരിമ്പിൻ വെള്ളം, പാല്, മാംസം, പയർവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യത്തിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗമാണ് സന്ധിവാതം. ഇനി അയഡിൻ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ്. അയഡിന്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് സമുദ്ര വിഭവങ്ങളാണ്. അതോടൊപ്പം അയഡൈസ്ഡ് ഉപ്പുകളിലും എന്ത് കാണാൻ പറ്റും? അയഡിൻ കാണാൻ പറ്റും. ഇനി ധാതുക്കൾ കഴിഞ്ഞ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സാംക്രമിക രോഗങ്ങളെ കുറിച്ചും രോഗകാരികളെ കുറിച്ചുമാണ്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ കുറിച്ച് നിർവചനം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന നിർവചനത്തില് പ്രധാന വാക്യതാണ്: മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി. അതാണ് ആരോഗ്യം എന്ന പദം കൊണ്ട് ആസ് എ ഹോൾ ഉദ്ദേശിക്കുന്നത്. പലതരം രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ പലതരം സൂക്ഷ്മജീവികളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, ഫംഗസ് ആകാം, പ്രോട്ടോസോവയാകാം. ഇങ്ങനെയുള്ള ഓരോ സൂക്ഷ്മജീവികളെ കുറിച്ചും അവ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ കുറിച്ചുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള കുറച്ച് വാക്കുകളായിരിക്കും: എപ്പിഡമിക്, എൻഡമിക്, പാൻഡമിക്, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ. ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡമിക്. ഇപ്പൊ ചിക്കൻ ബോക്സ്, അതൊക്കെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് അല്ലെ. അപ്പൊ അതൊക്കെ എപ്പിഡമിക് ആണെന്ന് നമുക്ക് പറയാം. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക് ഡിസീസ്. ഇപ്പൊ BCG അതൊരു എൻഡമിക് ഡിസീസ് ആണ്. അല്ലെങ്കിൽ പോളിയോ അതൊരു എൻഡമിക് ഡിസീസ് ആണ്. ഇനി കാരണമറിയാത്ത രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രെപ്റ്റോജനിക് രോഗങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് ഒരു പനി സ്പ്രെഡ് ചെയ്ത് പിടിക്കുകയാണ് എല്ലായിടത്തേക്കും.
അതിന്റെ റീസൺ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ആ അസുഖത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ. ഇനി കൊറോണ ഒക്കെ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചൈനയിലാണ് അത് പൊട്ടി പുറപ്പെട്ടത്. പിന്നീട് എല്ലാ രാജ്യങ്ങളിലേക്കും അത് സ്പ്രെഡ് ചെയ്തു അല്ലെ. ഇതുപോലെ ഒരു രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ് പാൻഡമിക്. കൊറോണ എന്താണ്? ഒരു പാൻഡമിക് ഡിസീസ് ആണ്. ഇനി ആശുപത്രികളിൽ നിന്നും പകരുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ് നാസോകോമിയൽ രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. അപ്പോൾ ആന്ത്രാക്സ് എന്നൊക്കെ പറയുന്നത് സൂണോസിസിൽ ഉൾപ്പെടുന്നതാണ്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എപ്പിസൂട്ടിക്. മൃഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എപ്പിസൂട്ടിക്. ഇനി തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ നോക്കിയേ. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോക്ക്, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇനി അപകടകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളെ പറയുന്ന പേരാണ് സാംക്രമിക രോഗങ്ങൾ. അതിന് എക്സാമ്പിൾ ആണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇതൊക്കെ. സാധാരണ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിന് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പ്രവേശിച്ചോ അന്ന് തുടങ്ങി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെയുള്ള സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം. സാൽമണല്ല ഭക്ഷ്യ വിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 മുതൽ 24 മണിക്കൂറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഇൻഫെക്ഷൻ, നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വയറിന് പിടിക്കാത്ത അസുഖങ്ങൾ വരുമ്പോൾ ഒരു 12-24 മണിക്കൂർ സമയത്തിനുള്ളിൽ അതിന്റെ സിംറ്റംസ് കാണിച്ചോളാം. അപ്പൊ സാൽമോണല്ല വിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 തുടങ്ങി 24 മണിക്കൂറാണ്. അതുപോലെ നോക്കിയേ, കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ്. കോളറ ചിലർക്ക് മണിക്കൂറുകൾ എടുക്കുള്ളൂ, എന്നാൽ ചിലർക്ക് 5 ദിവസം വരെ എടുക്കാറുണ്ട്. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാഴ്സ്, ജലദോഷം, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ഇതൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നോക്കിയേ. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോമൈലറ്റിസ്, ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി സമ്പർക്കത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഈ രോഗമുള്ള ഒരാളുമായിട്ട് കോണ്ടാക്ട് വരുന്നത് വഴി പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ സെറം ഹെപ്പറ്റൈറ്റിസ്. അതുപോലെ എയ്ഡ്സ്, ഇത് രണ്ടും രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരും. ഇനി മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ് പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ട പനി, കോങ്കോ പനി, നിപ്പ, എബോള, ഇതൊക്കെ. നമുക്ക് അറിയാം, ഒരു സീസൺ അനുസരിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ അല്ലെ. നമുക്ക് കൊതുക് പ്രധാനമായിട്ടും പരത്തുന്ന കുറച്ച് അസുഖങ്ങൾ നോക്കാം. നോക്കിയേ, മന്ത് അത് പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തിയാണ്. ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ഇത് രണ്ടും ഈഡിസ് ഈജിപ്തി തന്നെയാണ്. ജപ്പാൻ ജ്വരം പരത്തുന്നത് രോഗാണുവാഹകരായ ഏത് ടൈപ്പ് കൊതുക് വേണമെങ്കിലാണോ. പ്ലേഗ് പരത്തുന്നത് എലികളെ കാണപ്പെടുന്ന ഒരു ചെള്ളാണ്. ടൈഫസ് പരത്തുന്നത് പേനാകാം, ചെള്ളാകാം. കാല അസർ അത് പരത്തുന്നത് സാൻഡ് ഫ്ലൈ ആണ്. സ്ലീപ്പിംഗ് സിക്നസ് അത് പരത്തുന്നത് സെയ്റ്റ്സേ ഫ്ലൈ ആണ്. ഇത്രയും നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില അസുഖങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗത്തിന് ആ പേര് നൽകിയത് JL ഷോൺലിൻ എന്ന് പറയുന്ന ആളാണ്. ഇത് രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഇതിലൂടെയൊക്കെ വായുവിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക് ആണ്. റോബർട്ട് കോക്ക് ഈ ക്ഷയരോഗത്തിനെതിരെയാണ് ഈ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈകളിൽ ഒരു വാക്സിൻ കുത്തിവെക്കും. ആ വാക്സിന് പറയുന്ന പേരാണ് BCG വാക്സിൻ. അപ്പൊ BCG വാക്സിൻ കുഞ്ഞിന് നൽകേണ്ടത് എപ്പോഴാണ്? ജനിച്ച ഉടനെയാണ്.
ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമാണ് ക്ഷയരോഗം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യമാണ് ഇന്ത്യ. ഇനി ഇതിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മരുന്നുകൾ ഡോട്ട്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലൂടെ ഒരേ സമയം നൽകും. ഇതിന് മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ഇനി സാൾസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാന്ന് നോക്കി, ഹോങ്കോങ്ങിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇനി ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ഈ ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം നോക്കി, നാസോ ഫാരഞ്ചൈറ്റിസ് ആണ്. ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ. ഓക്കെ, ഇതൊക്കെ എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇനി ജലത്തിലൂടെ പകരുന്ന കുറച്ച് അസുഖങ്ങളെ കുറിച്ച് നോക്കാം. വയറുകടി, അതിന് കാരണമാകുന്നത് പ്രോട്ടോസോവയാണ്. ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ് ORT, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. ഇനി കോളറ പടരുന്നത് മലിനജലവും ഭക്ഷണ പദാർത്ഥവും വഴിയാണെന്ന് കണ്ടെത്തിയത് ജോൺ സ്നോ ആണ്. കോളറ, വയറുകടി എന്നീ രോഗങ്ങളുള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ORS ലായനി. നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് കുറയുന്ന പരിപാടി, പ്രോസസ്. നമ്മൾ തന്നെ വല്ലാണ്ട് വയറിളകുമ്പോഴോ വല്ലാണ്ട് ഛർദ്ദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് പൊതുവെ കുറഞ്ഞു പോകും. അപ്പൊ അത് കുറഞ്ഞു പോയി ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ORS ലായനി കൊടുക്കുന്നത്. ORS ലായനിയിലുള്ള ഘടകങ്ങൾ നോക്കി, ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, ഇത്രയും ഐറ്റങ്ങളാണ് ഇതിലുണ്ടാവുക, ORS ലായനിയിൽ ഉണ്ടാവുക. ഇനി മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. ഇനി ഇതൊക്കെ കൂടാണ്ട് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഏറ്റവും കുറച്ച് പകർച്ചാ നിരക്കുള്ള പറഞ്ഞത് വായ്പ ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗമാണ് കുഷ്ഠം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പരക്കുന്നതിന്റെ തോത് ഏറ്റവും കുറവുള്ളത് കുഷ്ഠത്തിനാണ്. ഇനി ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഈ കുഷ്ഠരോഗം ഇപ്പോഴും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത് 1955 തുടങ്ങിയാണ്. ഓക്കെ. ഇനി എബോള എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു അസുഖമാണ്. അത് 1976 മുതൽ മനുഷ്യരിലേക്ക് എത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പ്രധാന കാരണം പഴം ഭക്ഷിക്കുന്ന വവ്വാലുകള്, ചിമ്പാൻസി, ഗോറില്ല ഇവയിൽ നിന്നാണ് മനുഷ്യരിലേക്ക് ഇത് പകരാൻ തുടങ്ങിയത്. എബോള എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ്. മാത്രമല്ല അതൊരു RNA വൈറസ് ആണ്. RNAയുടെ പ്രത്യേകത അറിയായിരിക്കും. ഒരു സിംഗിൾ സ്ട്രാൻഡ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഈ RNA വൈറസുകളെ നമ്മൾ പൊതുവെ റിട്രോ വൈറസുകൾ എന്നാണ് പറയാറ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജീവിയുടെ ഉള്ളിലേക്ക് കയറി പറ്റിക്കഴിഞ്ഞാൽ ആ ജീവിയുടെ ശരീരത്തിൽ അതിന് ഫുൾ കൺട്രോള് ഈ വൈറസ് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് അതിനെ റിട്രോ വൈറസ് എന്ന് വിളിക്കുന്നത്. ഇനി സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന ഏതാനും രോഗങ്ങളോട് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ആദ്യത്തെ പേരാണ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇതൊരു വൈറൽ ഡിസീസ് ആണ്. ഈ വൈറസിന്റെ പേര് നമ്മൾ പഠിക്കണം. HIV വൈറസ് ആണ് എയ്ഡ്സിന് കാരണമാകുന്നത്. HIV ഫുൾ ഫോം അറിയണം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV ഫുൾ ഫോം. ഈ വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടെയ്നർ ആണ്. ഇനി എയ്ഡ്സ് ഉണ്ടോ എന്നറിയാനായിട്ട് നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ് അതിന്റെ ഫുൾ ഫോം, എലീസ ടെസ്റ്റ്. ഇനി ഇത് കൺഫേം ചെയ്യാനായിട്ട് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ് നടത്തുക, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഇനി 2008 ഈ എയ്ഡ്സ് വൈറസിനെ കണ്ടെത്തിയതിനാണ് ലൂക്ക് മൊണ്ടെയ്നർ, ഫ്രാങ്കോയിസ് ബാരിസിനൌസി എന്നിവർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് കേട്ടോ. ഈ HIV എന്ന് പറയുന്നതും തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ഒരു റിട്രോ വൈറസ് ആണ്. എന്ന് പറഞ്ഞാൽ RNA വൈറസ് ആണ്. ഇത് ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ
ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും കൺട്രോൾ അവർ ഏറ്റെടുക്കും. അങ്ങനെ എയ്ഡ്സ് രോഗം പ്രത്യേകമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിനെയാണ്. അപ്പൊ രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട് നമ്മുടെ ശരീരത്തിന് ശേഷിയില്ലാതായി. ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. ഇനി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. ഇനി ഇതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഉഷ്ണപുണ്ണ്, പറങ്കിപ്പുണ്ണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സിഫിലിസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടറാണ് ഡോക്ടർ സുനിധി സോളമൻ. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ടയിലാണ്, പത്തനംതിട്ട ജില്ല. ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ART ആണ്, എന്ന് പറഞ്ഞാൽ ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് ആണ്. ഇത് ചെയ്തത് വഴി ഇങ്ങനെ ആയുർദൈർഘ്യം കൂട്ടാം എന്നല്ലാതെ മറ്റ് ഈ ഒരു ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ചികിത്സയാണ് ആന്റി റിട്രോവൈറൽ ചികിത്സ. ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതിയുടെ പേരാണ് 3x5 ഇനീഷ്യേറ്റീവ്. ഈ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 1987 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലോക എയ്ഡ്സ് ദിനമായിട്ട് ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് നോക്കിയേ. 1988 മുതലാണ് വേൾഡ് എയ്ഡ്സ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇനി ഈ എയ്ഡ്സ് ദിനത്തിനൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു റെഡ് റിബൺ ആണ് അതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ്, വിഷ്വൽ എയ്ഡ്സ്. ഇനി ദേശീയ എയ്ഡ്സ് രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിച്ച എയ്ഡ്സ് രോഗനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഇനി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുബാധകൾ കടക്കുന്നത് പൂർണ്ണമായി തടഞ്ഞ ആദ്യത്തെ രാജ്യമാണ് ക്യൂബ. ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ഇനി നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ള 1-2 അസുഖങ്ങളെ കുറിച്ച്, COVID-19 നിപ്പയും കുറിച്ച് നമുക്ക് വായിക്കാനുണ്ട്. COVID-19 കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് COVID-19 എന്ന് പറയുന്നത്. കൊറോണ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കാണ്, ഇതിന്റെ അർത്ഥം കിരീടം എന്നാണ്. ഇത് ബാധിക്കുന്നത് ശ്വാസകോശത്തിനെയാണ്. ആദ്യമായിട്ട് നോവൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു? വുഹാൻ, ചൈനയിലെ വുഹാനിലാണ് 2019 ഡിസംബർ 31 റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്ന് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. ഇന്ത്യയിൽ നോവൽ കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്, അതും തൃശ്ശൂർ ജില്ലയിലാണ്. ഈ കൊറോണ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതുപോലെ നാറ്റ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഈ 2 ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് കൊറോണ രോഗനിർണയം നടത്തുന്നത്. ഇനി നമ്മൾ ഇത് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് RT-PCR ടെസ്റ്റ് എടുക്കാറുണ്ട്. RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് അതിന്റെ ഫുൾ ഫോം. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാന്ന് നോക്കി, കൽബുർഗി. അതെവിടെയാണ്? കർണാടക ജില്ലയിലാണ്. ഇനി കൊറോണ വൈറസ് വ്യാപനം തടയാനായിട്ട് കേരള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിന്റെ പേര് ഓർമ്മയുണ്ടാവും, ബ്രേക്ക് ദ ചെയിൻ എന്നായിരുന്നു അതിന്റെ പേര്. കൊറോണ എന്ന പേരിൽ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയയിലാണ്. ഈ മൃഗങ്ങൾക്കായിട്ടുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്തത് റഷ്യയിലാണ്. കോർണിവാക് കോവ് എന്നാണ് ആ വാക്സിന്റെ പേര്. ഈ കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ, ആഗോളതലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30 അപ്പൊ 2019 ഡിസംബർ 31 ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും ഒരു മാസ കാലയളവ് കൊണ്ട് ആഗോളതലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയായിട്ട് വന്നു. ഇതൊരു മഹാമാരിയായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുന്നത് 2020 മാർച്ച് 11 ഇനി ഈ വൈറസിന്റെ ശരിക്കുള്ള സയന്റിഫിക് നെയിം നോക്കിയേ, SARS-CoV-2 എന്നാണ് ഇതിന്റെ ഫുൾ നെയിം കേട്ടോ. ഇനി ഇതൊരു പാൻഡമിക് ഡിസീസ് ആണ് നമ്മൾ പറഞ്ഞു. ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണല്ലോ, അതുകൊണ്ട് ഇതൊരു പാൻഡമിക് ആണെന്ന് പറയാം. ഈ COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻലിയാണ്. പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ട് കേരള സർക്കാർ 2020 കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. ഇന്ത്യയിൽ കോവിഡ് രോഗത്തിനൊപ്പം കണ്ടെത്തിയ മറ്റ് അണുബാധകളാണ് ബ്ലാക്ക് ഫംഗസ്, മ്യൂക്കോമൈക്കോസിസ്,
അതുപോലെ തന്നെ യെല്ലോ ഫംഗസ്, വൈറ്റ് ഫംഗസ്, ഗ്രീൻ ഫംഗസ് ഇതൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് ഇന്ത്യയിലെ കോവിഡ് രോഗികളിൽ കാണപ്പെട്ട അസുഖങ്ങളാണ്. ഇനി COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ. ഇന്ത്യയിലെ കോവിഡ് വാക്സിനുകൾ ഏതൊക്കെയാണ്? കോവാക്സിൻ, അത് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ COVID-19 വാക്സിൻ ആണ് കോവാക്സിൻ. കോവാക്സിന്റെ ശാസ്ത്രീയ നാമം അവിടെ തന്നിട്ടുണ്ട്, നോക്കിയേ, BBV152. അത് വികസിപ്പിച്ചെടുത്തത് ഭാരത് ബയോടെക് ആണ്. അതാണ് BBV, ഭാരത് ബയോടെക് വാക്സിൻ 152. 2020 ജൂലൈയിൽ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാനായിട്ട് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. 2020 ഡിസംബറിൽ ഇന്ത്യയിൽ കോവാക്സിൻ ഇറക്കി തുടങ്ങി. ഓക്കെ, ഇനി ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇറാൻ, സിംബാബ്വെ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞൊരു പേരാണ് ഭാരത് ബയോടെക്. ഇതിന്റെ ആസ്ഥാനം വരുന്നത് ഹൈദരാബാദ് ആണ്. നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് കൃഷ്ണ എസ് ഇല്ലയാണ്. ഇനി ഇതുപോലെ തന്നെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു റിസർച്ച് സെന്റർ ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇത് ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. നിലവിൽ ഇതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പ്രൊഫസർ ബൽറാം ഭാർഗവയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എല്ലാത്തിന്റെയും പേരറിയണ്ട, എല്ലാത്തിന്റെയും ഡയറക്ടേഴ്സിന്റെ പേരറിയണ്ട, ഏതാണ് സ്ഥാപനം, അത് എവിടെയാണ് അതിന്റെ ആസ്ഥാനം, ഇത്രയെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണേ. ഇപ്പൊ കോവാക്സിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തൊരു വാക്സിനായിരുന്നു. ഇനി COVID-19 പ്രതിരോധിക്കാനായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ്. ആസ്ട്രാ സെനേക്ക എന്ന യൂറോപ്യൻ കമ്പനിയുമായി ചേർന്നാണ് ഓക്സ്ഫോർഡ് എന്ത് വികസിപ്പിച്ചെടുത്തത്? കോവിഷീൽഡ് വികസിപ്പിച്ചെടുത്തത്. ഈ ആസ്ട്രാ സെനേക്ക എന്ന് പറയുന്ന കമ്പനി പിന്നീട് കേസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പേരൊന്ന് ഓർത്തു വെച്ചോട്ടാ. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് AZD1222. ഓക്കെ, കോവിഷീൽഡിന്റെ ഉൽപാദനത്തിനും അതുപോലെ തന്നെ വിതരണത്തിന് സഹായിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അത് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈറസ് എസ് പൂനാവാലയാണ് സ്ഥാപിച്ചത്. നിലവിലെ ചെയർമാൻ അഡാർ പൂനാവാലയാണ്. ഇതൊരു ഫാമിലി ബിസിനസ് പോലെ റൺ ചെയ്ത് പോവാണ് കേട്ടോ. ഇനി പന്നിപ്പനി, മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് പന്നിപ്പനി. അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ്. അതുപോലെ പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ്ങിലാണ്, ചൈനയുടെ ഹോങ്കോങ്. ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു അസുഖത്തിന്റെ ആദ്യത്തെ പ്രജനന കേന്ദ്രമായിട്ട് വന്നിട്ടുണ്ടായി. ഒന്ന് മറിച്ചു നോക്കി കണ്ടുപിടിക്കണേ എവിടെയാന്ന്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷിപ്പനി വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഭോപ്പാലിലാണ്. മാൾട്ട പനി അത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എറണാകുളത്താണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോങ്കോ പനി അത് അഹമ്മദാബാദിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇതുവരെ വായിച്ച പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയണമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 2 മിനിറ്റ് സമയം തരാം, എല്ലാവരും ഒന്ന് വായിച്ചു. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങളെ കുറിച്ചാണ്. നമ്മള് ലിംഫ് സിസ്റ്റം പഠിച്ചപ്പോൾ അവിടെ പഠിച്ചൊരു അസുഖമായിരുന്നു മന്ത്. വിരകൾ മുഖേന ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് എന്ന് പറയുന്നത്. മന്ത് പരത്തുന്ന കൊതുകാണ് ക്യൂലെക്സ് പെൺകൊതുകുകൾ. മന്തിന്റെ മറ്റൊരു പേരാണ് എലഫന്റിയാസിസ്. മന്തിന് കാരണമാകുന്ന വിരയുടെ പേരാണ് ഫൈലേറിയൽ വിര. ഈ ഫൈലേറിയൽ വിര അതിന്റെ സയന്റിഫിക് നെയിമാണ് വുച്ചേറിയ ബാൻക്രോഫ്റ്റി അല്ലെങ്കിൽ ബ്രൂഗിയ മലായ്. ഓക്കെ, വുച്ചേറിയ മലായ് എന്നുള്ള പേരും കാണാറുണ്ട് കേട്ടോ. മന്ത് ബാധിക്കുന്നത് നമ്മുടെ ലിംഫ് വെസൽസിനെയാണ്. ഡൈഈഥൈൽ കാർബമസൈൻ സിട്രേറ്റ് എന്ന മരുന്ന് ഉപയോഗിക്കുന്നത് മന്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ മന്തിന്റെ പ്രത്യേകത, ഈ ക്യൂലെക്സ് മൊസ്കിറ്റോ ഫൈലേറിയൽ വിരകളുടെ മുട്ടകൾ ലിംഫ് വെസൽസിൽ നിക്ഷേപിക്കും. അപ്പൊ ഈ വിരകൾ വളർന്ന് ലിംഫ് വെസൽസിൽ ക്ലോട്ടിംഗ് ഉണ്ടാകും. എന്ന് പറഞ്ഞപ്പോ കാലിന്റെ ഒരു ഭാഗത്താണ് ഫൈലേറിയൽ വിരകൾ വന്ന് നിൽക്കണേ. അപ്പൊ അങ്ങനെ വന്ന് സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ലിംഫ് കാലിന്റെ താഴെ തന്നെ കെട്ടിക്കിടക്കും. അതിന് മറ്റു ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രശ്നം കാരണം നമ്മുടെ കാലോ അല്ലെങ്കിൽ ഏതാണോ അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗം അത് നീര് വെച്ച പോലെ വീർത്ത് വരും. അതുകൊണ്ടാണ് ഇതിനെ എലിഫന്റിയാസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
അടുത്തതാണ് മലേറിയ. മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന വാക്കിന്റെ അർത്ഥം ദൂഷിതമായ വായു എന്നാണ്. സിക്കിൾ സെൽ അനീമിയ രോഗികളെ ബാധിക്കാത്ത ഒരേ ഒരു അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത്. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയാണ്. എലിപ്പനി പരത്തുന്നത് എലിച്ചലാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. മലമ്പനിക്ക് കാരണമായ രോഗാണു വിഭാഗമാണ് പ്രോട്ടോസോവ. ഇനി പല പ്ലാസ്മോഡിയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോസോവയിൽ തന്നെ പ്ലാസ്മോഡിയങ്ങളാണ് മലമ്പനിക്ക് കാരണം. പല ടൈപ്പ് ഉണ്ട്. അത് പ്ലാസ്മോഡിയം വൈവാക്ക് എന്ന് പറയുന്ന ഫാമിലി ഉണ്ട്, പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇത് ഓരോന്നും ഉണ്ടാക്കുന്ന അസുഖങ്ങളുടെ ഇമ്പാക്റ്റും ചെറുതായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും പ്ലാസ്മോഡിയം മനുഷ്യന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും അത് പ്രവേശിക്കുക. അതിനുശേഷമാണ് അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ മലേറിയ പരത്തുന്ന കൊതുകിന്റെ പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. ഈ മലമ്പനിയുടെ അപരനാമങ്ങളാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും മാരകമായ പനിയാണ് നമ്മൾ കണ്ടിട്ടുള്ള, തൊട്ട് മുമ്പ് ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാൽസിപ്പാറം. ആ ഫാൽസിപ്പാറം മലമ്പനിയാണ് ഏറ്റവും മാരകമായ പനി. ഇനി ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അവസ്ഥ കാണപ്പെടുന്നത് ഫാൽസിപ്പാറം മലമ്പനിയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തകോശങ്ങളെല്ലാം നശിച്ച് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടും. അപ്പൊ മൂത്രം ഇരുണ്ട നിറത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത്. ഇനി മലമ്പനിക്ക് സാധാരണ കൊടുക്കുന്ന ഔഷധമാണ് ക്വിനൈൻ. മലേറിയ രോഗാണുവിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് അൽഫോൺസ് ലവറൻ ആണ്. അനോഫിലസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നത് കണ്ടെത്തിയത് സർ റൊണാൾഡ് റോസ് ആണ്. ഇദ്ദേഹം ഒരു മലേറിയ രോഗാണുവായ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ കണ്ടെത്തി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് 1902 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. ഓക്കെ, ഇനി ഈ മലമ്പനിയുടെ ഈ ഒരു ലൈഫ് സൈക്കിൾ കണ്ടെത്തിയത് ദിവസമാണ് വേൾഡ് മലേറിയ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ചിക്കുൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയയിലാണ്, ആഫ്രിക്കയിലാണ്. ചിക്കൻ ഗുനിയ എന്ന വാക്കിന്റെ അർത്ഥം വളഞ്ഞു നിൽക്കുക എന്നാണ് കേട്ടോ. ഇനി ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് നിപ്പ വൈറസിനെ കുറിച്ചാണ്. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം മലേഷ്യയാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്, അതും കോഴിക്കോട് ജില്ലയിലാണ്. 2018 മെയ് 19 ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സാണ് ലിനി പുതുശ്ശേരി. നിപ്പ വൈറസ് ബാധിതർക്കുള്ള ചികിത്സയ്ക്കിടയിൽ വൈറസ് ബാധയേറ്റ് മരണപ്പെട്ടതാണ് നേഴ്സായിട്ടുള്ള ലിനി എന്ന് പറയുന്നത്. ഇനി നിപ്പ വൈറസ് ബാധ കണ്ടെത്തിയതിനുള്ള ബഹുമാനാർത്ഥം കേരള സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ഡോക്ടറാണ് ഡോക്ടർ അനൂപ് കുമാർ. നിപ്പ വൈറസ് പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്സിനാണ് റൈബാവിറിൻ ക്ലോറോക്വിൻ. നിപ്പയ്ക്ക് സമാനമായി വവ്വാലുകൾ പരത്തുന്ന മറ്റൊരു അസുഖമാണ് ഹെൻഡ്ര വൈറസ്. ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഓസ്ട്രേലിയയിലാണ്. ഇതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു അസുഖമായിരിക്കും സിക്ക വൈറസ്. ഇത് പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തില്. രണ്ടാമത് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗമാണ് ഗില്ലൻ ബാരി എന്ന് പറയുന്നത്. 2021 തിരുവനന്തപുരം ജില്ലയിൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഇനി ഓരോ രോഗങ്ങളും ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്നാണ് ഇത് തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോർഷൻസിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ഫീവറാണ് വെസ്റ്റ് നൈൽ ഫീവർ. ഇത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. ഓക്കെ, അപ്പൊ 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിലാണ് ആദ്യമായിട്ട് ഈ പനി റിപ്പോർട്ട് ചെയ്തത്. ഇത് കേരളത്തിലും എത്തിയിട്ടുണ്ട്. 2011 മെയ്യിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇനി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നാണ് കുരങ്ങുപനി എന്ന് പറയുന്നത്. ഇതും ഒരു വൈറസ് രോഗമാണ് കേട്ടോ. റാറ്റ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് മനുഷ്യരിൽ കണ്ടെത്തിയ ആദ്യത്തെ രാജ്യമാണ് ഹോങ്കോങ്. ഹോങ്കോങ് എവിടെയാണ്? ചൈനയിലാണ്. നമ്മളിത് 3ാമത്തെ തവണയാണ് ഹോങ്കോങ്ങിന്റെ പേര് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഒരുവിധം അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഹോങ്കോങ്. ഇനി ജപ്പാൻ ജ്വരത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ആ വൈറസിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, ഫ്ലാവി വൈറസ്.
സാഴ്സ് രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കേട്ടു പരിചയമുള്ള ചില രോഗാണുക്കൾ കണ്ടെത്തിയവരുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. പ്ലേഗ് രോഗാണു കണ്ടെത്തിയത് ബെർസിൻ കിറ്റ്സാട്ടോ രണ്ടുപേരാണ്. ന്യൂമോണിയ ബാക്ടീരിയനെ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ സ്റ്റെൻബർഗ്. എലിപ്പനിയുടെ രോഗാണുവിനെ കണ്ടെത്തിയത് ഇനാഡ. ലെപ്രസിയുടെ ബാക്ടീരിയനെ കണ്ടെത്തിയത് ഹാൻസൺ. ഗൊണേറിയ രോഗാണുവിനെ കണ്ടെത്തിയത് നീസർ. ഡിഫ്തീരിയ രോഗാണുവിനെ കണ്ടെത്തിയത് രണ്ടുപേരാണ്, ലോഫ്ലർ, എഡ്വിൻ ക്ലൈറ്റ്സ്. ടെറ്റനസ് ബാക്ടീരിയനെ കണ്ടെത്തിയത് നിക്കോലൈനർ. ഓക്കെ, ഇനി ബാക്ടീരിയ പരത്തുന്ന ഏതാനും അസുഖങ്ങളുടെ പേര്. ഇതിന്റെ കൂടെ തന്നെ വൈറസ് ഡിസീസസും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ബാക്ടീരിയ എന്നുള്ളത് കട്ട് ചെയ്യാണ് കേട്ടോ. ഒന്നിച്ച് വായിക്കാം നമുക്ക്. മീസിൽസ്, അത് റൂബിയോള വൈറസ് ആണ് പരത്തുന്നത്. കോളറ, വിബ്രിയോ കോളറയാണ് അതിന്റെ രോഗകാരി. ക്ഷയം, മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, അതാണ് ആ രോഗം പരത്തുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ പേര്. ചിക്കുൻഗുനിയ വൈറസ് അല്ലെങ്കിൽ ആൽഫ വൈറസ് എന്നും അതിന് പേരുണ്ട്. കുഷ്ഠരോഗം പരത്തുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. പോളിയോ മെലിറ്റസ്, പോളിയോ വൈറസ് ആണ്. പേവിഷബാധ റാബിസ് വൈറസ് ആണ്. ഡിഫ്തീരിയ, കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈഫോയിഡ്, സാൽമണല്ല ടൈഫൈ. അടുത്തത് അരിമ്പാറ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. വില്ലൻ ചുമ, ബോർഡറ്റെല്ല പെർട്യൂറിസ്. ഡെങ്കിപ്പനി, ഫ്ലാവി വൈറസ്. സാഴ്സ് കൊറോണ വൈറസ്. പ്ലേഗ്, യെർസീനിയ പെസ്റ്റിസ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇസ്ട്രോഹെമറേജിയ. പന്നിപ്പനി H1N1. പക്ഷിപ്പനി H5N1. മുണ്ടിനീര്, പാരാമിക്സോ വൈറസ്. ഗൊണേറിയ, നിസേറിയ ഗൊണേറിയ. പേര് കേൾക്കുമ്പോൾ ചില പേരുകൾ, ചില അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം കേട്ടോ. സിഫിലിസ് ട്രിപ്പോനിമ പലീഡിയം. നിപ്പ വൈറസ്. ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. ഇനി തൊണ്ടകാറൽ, അതിന് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കസ്. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നത് സാൽമണല്ല ആകാം, സ്റ്റെഫലോകോക്കസ് ആകാം, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഇതുമാകാം. വെസ്റ്റിനൈൽ പനിക്ക് കാരണം വെസ്റ്റിനൈൽ വൈറസ് ആണ്. കുരങ്ങ് പനി KFD വൈറസ്. COVID-19 സാസ് കൊറോണ വൈറസ് 2. അത്ലറ്റ് ഫുട്ട്, അത് എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത്. എയ്ഡ്സ്, HIV, അതൊരു വൈറസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ചിക്കൻ ബോക്സ്, വേരിസെല്ല സോസ്റ്റർ വൈറസ്. സ്മോൾ ബോക്സ്, വേരിയോള വൈറസ്. രണ്ട് പേരും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. സ്മോൾ ബോക്സ് എന്ന് പറയുന്നത് വസൂരിയാണ്, കുറച്ചുകൂടി സിവിയർ ആണ്. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് കുറച്ച് മൈൽഡ് ആണ് കേട്ടോ. വേരിയോളയാണ് സ്മോൾ ബോക്സ്, വേരിസെല്ലയാണ് ചിക്കൻ ബോക്സ്. ഇനി ജലദോഷം ഉണ്ടാക്കുന്നത് റിനോ വൈറസ് ആണ്. കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ്. റിംഗ് വേം ഡിസീസ് ഉണ്ടാക്കുന്നത് മൈക്രോസ്പോറമാണ്. ആസ്പെർജിലോസിസ് എന്ന അസുഖം ഉണ്ടാക്കുന്നത് ആസ്പെർജിലസ് ഓട്ടോമൈക്കോസിസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് പല മൈക്രോ ഓർഗാനിസത്തിന്റെ പേരുകളാണ്. ഇനി ഏതാനും രോഗങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളോട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്ഷൻ ഏകദേശം ആകും. ഇതിലെ കുറെയൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് അറിയാവുന്നത് ആദ്യം പറയാം. മെനിഞ്ചൈറ്റിസ്, നമ്മൾ തലച്ചോറിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലെയറാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് എവിടെയായിരിക്കും? തലച്ചോറിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവുക. ഗോയിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, തൈറോയിഡ് ഗ്രന്ഥിയെ എഫക്ട് ചെയ്യുന്ന അസുഖമാണ്. അപസ്മാരം, പേവിഷബാധ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ്, പോളിയോമൈലിറ്റിസ്, കുഷ്ഠം, പാരാലിസിസ്, ഇതൊക്കെ നാഡീ വ്യവസ്ഥയെ എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഹണ്ടിങ്ടൺ ഡിസീസ് നമ്മൾ പഠിച്ചിട്ടില്ല, അത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ എഫക്ട് ചെയ്യുന്നതാണ്. എയ്ഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രോഗപ്രതിരോധ സംവിധാനത്തിനെ എഫക്ട് ചെയ്യുന്നു. മുണ്ടിനീര് എഫക്ട് ചെയ്യുന്നത് പരോട്ടിഡ് ഗ്രന്ഥിനെയാണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമിനീർ ഗ്രന്ഥിനെയാണ്. മലേറിയ എഫക്ട് ചെയ്യുന്നത് പ്ലീഹ അല്ലെങ്കിൽ കരൾ. ടോൺസിലൈറ്റിസ് എഫക്ട് ചെയ്യുന്നത് ടോൺസിൽ ഗ്രന്ഥി. ഡിഫ്തീരിയ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ തൊണ്ടേനെയാണ്. ബ്രോങ്കൈറ്റിസ്, സാസ്, COVID-19, സിലിക്കോസിസ്, ക്ഷയം, ഇതൊക്കെ അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ശ്വാസകോശത്തിനെയാണ്. ടൈഫോയിഡ് അഫക്ട് ചെയ്യുന്നത് കുടലിനെയാണ്. ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ഇതൊക്കെ കരളിനെ അഫക്ട് ചെയ്യുന്നതാണ്. സോറിയാസിസ് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയാണ്. എക്സിമ, മെലനോമ, ഇതും ത്വക്കിനെ അഫക്ട് ചെയ്യുന്നതാണ്.
പയോറിയ, ജിഞ്ചിവൈറ്റിസ്, ഇത് രണ്ടും മോണോനെ അഫക്ട് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊത്തിരി ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ രോഗവിശേഷണങ്ങൾ എന്നുള്ളത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, 2 പേജാണ് പല അസുഖങ്ങളുടെ രോഗവിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ലാസ്റ്റത്തെ സെക്ഷൻ കൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഒരു കോമൺ നെയിം ഉണ്ടാവും. ഇപ്പൊ നോക്കിയേ, മലമ്പനി അതിന് പറയുന്ന ഒരു പേരാണ് ചതുപ്പ് രോഗം. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. വൂൾ സോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. നാവികരുടെ പ്ലേഗ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, സ്കർവിയാണ്. മാർജാര നൃത്ത രോഗം അത് മിനമാത രോഗമാണ്. ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഗോയിറ്റർ ആണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. വില്ലൻ ചുമ എന്നറിയപ്പെടുന്നത് പെർട്ടൂസിസ് ആണ്, പെർട്ടൂസിസ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ഈ ഹീമോഫീലിയ എന്ന അസുഖം ആദ്യമായിട്ട് കണ്ടെത്തിയത് ബ്രിട്ടീഷ് ഹെയറിലാണ്. ഹെയർ എന്ന് ഉദ്ദേശിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയിലാണ് ആദ്യമായിട്ട് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം കണ്ടെത്തിയത്. അപ്പൊ അതിനുശേഷം അത് രാജകീയ രോഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എൻട്രിക് ഫീവർ അത് ടൈഫോയിഡ് ആണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി. റൂബിയോള എന്നറിയപ്പെടുന്നത് മീസിൽസ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. എന്നിങ്ങനെ നമുക്ക് അത്യാവശ്യം വായിച്ചു നോക്കാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് പേരുകളുണ്ട്. ഈ ഷെയ്ക്കിംഗ് പാൾസി കേട്ടിട്ടുണ്ടാവും, പാർക്കിൻസൺസ് രോഗമാണത്. ഹാൻസൻസ് രോഗം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുഷ്ഠരോഗമാണത്. ഇനി നിശബ്ദനായ കൊലയാളി ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടായി, അമിത രക്തസമ്മർദ്ദമാണ്. ഇനി കാലാസ് അതിന്റെ മറ്റൊരു പേരാണ് ലീഷ്മാനിയാസിസ്. 7 ഡേ ഫീവർ എലിപ്പനിയാണ്. പിന്നെ ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി.
സ്മൃതിനാശ രോഗം എന്ന് പറഞ്ഞാൽ ഓർമ്മ നശിക്കുന്നത് അൾഷിമേഴ്സ് ആണ്. ബ്ലൂ ഡെത്ത് കോളറ. പിള്ളവാതം എന്നറിയപ്പെടുന്നത് പോളിയോ ആണ്. പിന്നെ തൊണ്ടമുള്ള് ഡിഫ്തീരിയ. നിശബ്ദനായ കാഴ്ച അപഹാരകൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഏതാനും അവസ്ഥകളുടെ പേരുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിയേ, അനാൽജസിയ എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത അവസ്ഥ. എഫാസിയ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. അലക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ കഴിയാത്ത അവസ്ഥ. എഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ കഴിയാത്ത അവസ്ഥ. ഡിസ്പെപ്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനക്കേടുന്നാണ്. അനോറെക്സിയ എന്ന് പറഞ്ഞാൽ വിശപ്പില്ലാത്ത അവസ്ഥ. ഇൻസോംനിയ, അത് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാത്ത അവസ്ഥ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആകെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം, നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, നിങ്ങൾക്ക് കോമൺ ആയിട്ട് വായിച്ചാൽ മനസ്സിലാകാവുന്ന പോർഷൻസ് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, നമുക്കത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം.